ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് നമ്മെ വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വെച്ച നമ്മുടെ പിതാവായ ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ജീവിതത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത നല്ല പ്രഭാതം ദൈവം തന്നല്ലോ. കർത്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ വചനധ്യാനത്തിനായി അപ്പോസ്തല പ്രവൃത്തി 11-ാം അധ്യായം 26-ാമത്തെ വാക്യം വായിക്കുന്നു. ആദ്യം അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന പേരുണ്ടായി. ഇന്ന് ക്രിസ്ത്യാനികൾ എന്ന് അറിയപ്പെടുന്ന ഒരു വലിയ സമൂഹം ഈ ഭൂമിയിലുണ്ട്. യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവിന് വേണ്ടി മർക്കോസിൻ്റെ മാളിക മുറിയിൽ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരും ഏകദേശം 120 പേരടങ്ങുന്ന ഒരു സംഘം പ്രാർത്ഥനയിലും ആരാധനയിലും സമയങ്ങൾ ചിലവഴിച്ചതായിട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ നാം കാണുന്നു. കാത്തിരുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്ന അവരുടെ നടുവിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. യെരൂശലേമിലെ മാളിക മുറിയിൽ പത്രോസ് എഴുന്നേറ്റ് നിന്ന് ആത്മനിറവോടെ പ്രസംഗിച്ചു. ആ പ്രസംഗം കേട്ട അനേകരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. അവർ മാനസാന്തരപ്പെട്ട് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം ഏറ്റു. രക്ഷിക്കപ്പെട്ടവരെ കർത്താവ് സഭയോട് ചേർത്തു. ക്രിസ്തീയ സഭ ഭൂമിയിൽ സ്ഥാപിതമായ ആ കാലങ്ങളിൽ, ആദ്യ നൂറ്റാണ്ടിൽ, ആ നാളുകളിൽ സഭാംഗങ്ങളെ വിളിച്ചിരുന്നത് വിശ്വാസികൾ, ശിഷ്യന്മാർ, ഈ മാർഗക്കാർ എന്നു തുടങ്ങിയ പല പേരുകളിലായിരുന്നു. ക്രിസ്ത്യാനികളെന്ന് ആ സമയത്ത് അവർക്ക് പേരുണ്ടായിരുന്നില്ല. എന്നാൽ അന്ത്യോക്യയിൽ സഭ സ്ഥാപിക്കപ്പെട്ടതിന് ശേഷം സഭാവിശ്വാസികൾ ക്രിസ്ത്യാനികൾ എന്ന പേരിൽ അറിയപ്പെടുവാൻ തുടങ്ങി. ദൈവവചനത്തിൽ അപ്പോസ്തല പ്രവൃത്തി 26-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിലും 1 പത്രോസ് 4-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിലും ക്രിസ്ത്യാനികൾ എന്ന പദം നമുക്ക് വീണ്ടും കാണുവാൻ കഴിയുന്നു. സഭാചരിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട നാഴികക്കല്ലാണ് അന്ത്യോക്യ സഭയുടെ രൂപീകരണം. കാരണം പുറജാതികളോട് മനഃപൂർവ്വമായി ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുന്നത് അന്ത്യോക്യയിൽ വെച്ചാണ്. അന്ത്യോക്യയിലെ സഭയിൽ ഒരുപാട് പ്രത്യേകതകൾ നമുക്ക് കാണുവാൻ കഴിയും. ഒന്ന്, വിശ്വസിച്ച് കർത്താവിലേക്ക് തിരിഞ്ഞ ഒരു സമൂഹമായിരുന്നു അന്ത്യോക്യയിലെ സഭ. വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലുമാണ് വരുന്നത്. പാപികൾ പാതാളത്തിലേക്ക് തിരിയുമ്പോൾ മാനസാന്തരപ്പെട്ട് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവർ നിത്യജീവൻ പ്രാപിച്ച് കർത്താവിലേക്ക് തിരിയുന്നു എന്നാണ് വചനം തരുന്ന ഉറപ്പ്. നിർഭാഗ്യവശാൽ നിത്യജീവൻ്റെ മൊഴികൾ കേൾക്കുവാൻ മനസ്സില്ലാതെ മുഖം തിരിച്ച് അനേകർ ഇന്ന് ജീവിക്കുന്നു. ക്രിസ്ത്യാനികൾ എന്നാണ് അവർ അവകാശപ്പെടുന്നത്. കെടുന്ന ബീജത്താലല്ല, കെടാത്തതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താലാണ് ഒരു വ്യക്തി വീണ്ടും ജനിക്കുന്നത്. അങ്ങനെ വീണ്ടും ജനിച്ചവരെ ആണ് ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കേണ്ടത്. അങ്ങനെ ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെടുന്നവർ വിശ്വസിച്ച് കർത്താവിലേക്ക് തിരിയുന്നവരാണ്. അന്ത്യോക്യയിലെ വിശ്വാസികൾ ദൈവവചനം വിശ്വസിച്ച് കർത്താവിലേക്ക് തിരിഞ്ഞു. അവരെ വിശ്വാസത്തിലേക്ക് നയിച്ച ദൈവദാസന്മാരിലേക്കോ അവർ ഉൾപ്പെട്ടു നിൽക്കുന്ന സഭയിലേക്കോ സഭാ അധ്യക്ഷന്മാരിലേക്കോ ഒന്നും അവർ തിരിഞ്ഞില്ല. അങ്ങനെ തിരിയുവാൻ പാടുള്ളതുമല്ല. നാം ഉൾപ്പെട്ടു നിൽക്കുന്ന സഭയെ സ്നേഹിക്കണം. നമ്മളെ നടത്തുന്നവരെ അനുസരിച്ച് നാം കീഴ്പ്പെട്ടിരിക്കണം. അവർക്ക് കൊടുക്കേണ്ട മാനവും ബഹുമാനവുമെല്ലാം നാം നൽകണം. എന്നാൽ നാം വിശ്വസിച്ച കർത്താവിലേക്ക് തിരിയണം. കർത്താവായിരിക്കണം നമ്മുടെ ആരാധനാ പുരുഷൻ, മാതൃകാ പുരുഷൻ. നാം കേൾക്കേണ്ടത് കർത്താവിൻ്റെ മൊഴികളായിരിക്കണം. രണ്ടാമത്, അന്ത്യോക്യ സഭയുടെ പ്രത്യേകത ദൈവകൃപയുള്ള സഭയാണ്. അവിടെ ചില ദൈവദാസന്മാർ ചെന്നപ്പോൾ അപ്പോസ്തല പ്രവൃത്തി 11:23 എഴുതിയിരിക്കുന്നു, അവർ ദൈവകൃപ കണ്ട് സന്തോഷിച്ചു എന്നുള്ളതാണ്. ദൈവകൃപ കണ്ടു സന്തോഷിച്ചു. ഇതെങ്ങനെ സാധിക്കും? കാണാൻ പറ്റുന്ന ഒരു വസ്തുവാണോ കൃപ എന്ന് പറയുന്നത്? അതൊരവസ്ഥയാണ്.
ദൈവകൃപ ഉള്ളവൻ എന്ന നെറ്റിയിൽ ആരുടെയും മുദ്രയിട്ട് പോകേണ്ട കാര്യമില്ല. എന്നാൽ അന്ത്യോക്യ സഭയിൽ വരുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും ആ സഭയിലുള്ള വിശ്വാസികളുടെ പെരുമാറ്റത്തിൽ നിന്ന് അവർ ദൈവകൃപയുള്ളവരാണെന്ന് കാണുവാൻ കഴിഞ്ഞിരുന്നു. ഇന്ന് നമ്മുടെ സഭകളിൽ ദൈവകൃപ കാണുവാൻ കഴിയുന്നുണ്ടോ? അന്ത്യോക്യ സഭയിൽ ദൈവകൃപ കണ്ടു എന്നാണ് നമ്മൾ വായിക്കുന്നത്. താഴ്മയും വിനയവുമാണ് ദൈവകൃപയുടെ അടയാളം എന്ന് പറയുന്നത്. പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും ദൈവകൃപ ലഭിക്കുന്നു. അങ്ങനെ ദൈവകൃപ ലഭിച്ചവർ മറ്റുള്ളവർക്ക് ദൃശ്യമാകത്തക്ക നിലയിൽ തൻ്റെ ജീവിതത്തിലൂടെ വെളിപ്പെടുത്തണം എന്നാണ് അന്ത്യോക്യ സഭ നമ്മളെ പഠിപ്പിക്കുന്നത്. സഭായോഗങ്ങളിൽ എല്ലാവരും കൂടി വന്ന ഒരു സഭയായിരുന്നു അന്ത്യോക്യ സഭ. 11-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ വിശ്വാസത്താൽ കർത്താവിലേക്ക് തിരിഞ്ഞ് സ്നാനപ്പെട്ട കർത്താവിനോട് ചേർന്നവർ സഭായോഗങ്ങളിൽ സംബന്ധിച്ചിരുന്നു. അന്ത്യോക്യ സഭയിലുള്ള ക്രിസ്ത്യാനികളെന്ന് വിളിക്കപ്പെട്ട എല്ലാവരും സഭായോഗങ്ങൾ ഉപേക്ഷയായി വിചാരിക്കാതെ മുടക്കം കൂടാതെ സഭായോഗത്തിൽ സംബന്ധിച്ചവരാണ്. മാത്രമല്ല കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും ദൈവവേലയ്ക്ക് വേണ്ടി സഹോദരന്മാരെ പരിശുദ്ധാത്മാവ് വേർതിരിച്ചതുമായൊരു സഭയാണ് അന്ത്യോക്യ സഭ. നമ്മുടെ സഭകളിൽ ഈ അനുഭവമുണ്ടോ? നാം ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെടുന്നു എങ്കിൽ തന്നെയും നമ്മുടെ ജീവിതത്തിൽ ഈ അനുഭവങ്ങൾ മറ്റുള്ളവർക്ക് കാണുവാൻ കഴിയുന്നുണ്ടോ? കർത്താവേ, സ്വർഗീയ പിതാവേ, ക്രിസ്ത്യാനി എന്ന പേര് ഞങ്ങളിൽ വിളിക്കപ്പെട്ടിരിക്കുന്നതിൽ സ്തോത്രം. എന്നാൽ ആ പേരിന് തക്കതായ നിലവാരത്തിൽ ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുവാൻ എല്ലാവർക്കും കൃപ നൽകണം. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. തേനിലും മധുരമാ, തേനിലും മധുരമാ യേശു ക്രിസ്തു മാധുര്യ